നമസ്കാരം. പ്രപഞ്ചോൽപത്തി ശാസ്ത്രത്തിലെ ഏറ്റവും ആകർഷകവും നിഗൂഢവുമായ ആശയങ്ങളിൽ ഒന്നാണ് പ്രീമോർഡിയൽ ബ്ലാക്ക് ഹോളുകൾ അഥവാ പ്രപഞ്ചത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ രൂപം കൊണ്ട അതിപുരാതന തമോഗർത്തങ്ങൾ. പതിറ്റാണ്ടുകളായി ശാസ്ത്രലോകം സിദ്ധാന്തങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തിയിരുന്ന ഈ പ്രതിഭാസത്തിന് ജീവൻ നൽകുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് മിയാമിയിലെ ഗവേഷകർ നടത്തിയ ഏറ്റവും പുതിയ പഠനമനുസരിച്ച് പ്രപഞ്ചത്തിലെ ഗുരുത്വാകർഷണ തരംഗങ്ങളെ നിരീക്ഷിക്കുന്ന ലിഗോ അടുത്തിടെ കണ്ടെത്തിയ ഒരു വിചിത്ര സിഗ്നൽ ഈ അതിപുരാതന തമോഗർത്തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഈ കണ്ടെത്തൽ സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ ഡാർക്ക് മാറ്ററിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന ശാസ്ത്രജ്ഞരുടെ ദീർഘകാലത്തെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിക്കും. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ മഹാവിസ്ഫോടനത്തിന് തൊട്ട് പിന്നാലെയുണ്ടായ സെക്കൻഡിൻ്റെ കോടിയിലൊന്ന് ഭിന്ന സംഖ്യകൾക്കുള്ളിൽ തന്നെ ഇത്തരം തമോഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. അതായത് പ്രപഞ്ചത്തിൽ ആദ്യത്തെ നക്ഷത്രങ്ങളോ ഗാലക്സികളോ രൂപപ്പെടുന്നതിനും എത്രയോ മുൻപ് തന്നെ ഇവ നിലവിൽ വന്നിട്ടുണ്ടാകാം. സാധാരണയായി പ്രപഞ്ചത്തിലുള്ള തമോഗർത്തങ്ങൾ രൂപം കൊള്ളുന്നത് ഭീമൻ നക്ഷത്രങ്ങളുടെ ആയുസ് ഒടുങ്ങി അവ സ്വയം തകർന്നു പോകുമ്പോഴാണ്. എന്നാൽ പ്രിമോർഡിയൽ ബ്ലാക്ക് ഹോളുകൾ നക്ഷത്രങ്ങളുടെ തകർച്ച മൂലമല്ല ഉണ്ടാകുന്നത് എന്നതിനാൽ അവയുടെ വലിപ്പം ഒരു ചെറിയ ഉൽക്കയുടെ അത്രയോ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ വലുതോ ആകാം. പ്രപഞ്ചത്തിൻ്റെ ഭാരത്തിൻ്റെ 85% വരുന്ന എന്നാൽ ഇന്ന് വരെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിചിത്ര പ്രതിഭാസമായ ഡാർക്ക് മാറ്ററിൻ്റെ ഭൂരിഭാഗവും ഇത്തരം ചെറിയ തമോഗർത്തങ്ങൾ ആയിരിക്കാമെന്ന ഹൈപ്പോത്തിസിസിന് പുതിയ പഠനം വലിയ കരുത്ത് പകർന്നുണ്ട്. ലിഗോ പരീക്ഷണശാലയിൽ കഴിഞ്ഞ വർഷം അവസാനം രേഖപ്പെടുത്തിയ അസാധാരണമായൊരു ഗുരുത്വാകർഷണ തരംഗമാണ് ഈ ചർച്ചകൾക്കെല്ലാം ആധാരം. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ പ്രഭാവങ്ങളായ തമോഗർത്തങ്ങളുടെ കൂട്ടിയിടി പോലുള്ള സംഭവങ്ങൾ ബഹിരാകാശത്തെ സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ് ഗുരുത്വാകർഷണ തരംഗങ്ങൾ. സാധാരണ നക്ഷത്രങ്ങളുടെ തകർച്ച മൂലമുണ്ടാകുന്ന തമോഗർത്തങ്ങൾക്ക് നമ്മുടെ സൂര്യൻ്റെ പിണ്ഡത്തിൻ്റെ പല മടങ്ങ് വലിപ്പമുണ്ടാകും. എന്നാൽ ലിഗോ കണ്ടെത്തിയ സിഗ്നലിൽ കൂട്ടിയിടിച്ച ഒരു വസ്തുവിൻ്റെ പിണ്ഡം സൂര്യൻ്റേതിനേക്കാൾ കുറവാണെന്ന് വ്യക്തമായി. സാധാരണ നക്ഷത്ര പരിണാമ സിദ്ധാന്തങ്ങൾ വെച്ച് ഇത്രയും ചെറിയൊരു തമോഗർത്തം രൂപപ്പെടുന്നത് വിശദീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങൾക്ക് മുൻപേ ഉണ്ടായ ഒരു പ്രിമോർഡിയൽ ബ്ലാക്ക് ഹോൾ ആകാനാണ് സാധ്യതയെന്ന് മിയാമി സർവകലാശാലയിലെ ഫിസിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ നിക്കോ കാപ്പല്യൂട്ടിയും ഗവേഷകനായ ആൽബർട്ടോ മഗാറിയും കണ്ടെത്തി. ഈ കണ്ടെത്തൽ കേവലം ഒരു ഉപകരണ തകരാറോ അല്ലെങ്കിൽ സിഗ്നലിലെ അനാവശ്യ ശബ്ദങ്ങളോ ആകാമെന്ന് ചില ജ്യോതിശാസ്ത്രജ്ഞർ വാദിക്കുന്നുണ്ടെങ്കിലും പുതിയ പഠനത്തിലെ ഗണിതശാസ്ത്ര മാതൃകകൾ പ്രിമോർഡിയൽ ബ്ലാക്ക് ഹോളുകളുടെ സാന്നിധ്യത്തെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത്. പ്രപഞ്ചത്തിലുടനീളം ഇത്തരം എത്ര തമോഗർത്തങ്ങൾ ഉണ്ടാകാമെന്നും ലിഗോയ്ക്ക് അവയെ എത്ര തവണ കണ്ടെത്താനാകുമെന്നും ഗവേഷകർ കണക്കുകൂട്ടി. ഇത്തരത്തിൽ സൂര്യനേക്കാൾ പിണ്ഡം കുറഞ്ഞ തമോഗർത്തങ്ങളുടെ കൂട്ടിയിടികൾ പ്രപഞ്ചത്തിൽ വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കൂ എന്നും അത് ലിഗോയുടെ നിരീക്ഷണങ്ങളുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നും അവർ കണ്ടെത്തി. ദ ആസ്ട്രോഫിസിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം വ്യക്തമാക്കുന്നത് ഡാർക്ക് മാറ്ററിൻ്റെ വലിയൊരു പങ്ക് അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഇത്തരം പ്രിമോർഡിയൽ ബ്ലാക്ക് ഹോളുകൾ ആയിരിക്കാമെന്നാണ്. ഈ സിദ്ധാന്തത്തിന് ദശകങ്ങളുടെ പഴക്കവുമുണ്ട്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് ശാസ്ത്രജ്ഞരായ യാക്കോവ് സെൽഡോവിച്ചും ഈഗോർ നോക്കോവിച്ചുമാണ് ഈ ആശയം ആദ്യമായി മുന്നോട്ട് വരുന്നത്. പിന്നീട് 1970കളിൽ വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് ഈ സിദ്ധാന്തം വികസിപ്പിക്കുകയും ഇവ പുറത്തുവിടുന്ന റേഡിയേഷനുകളെക്കുറിച്ച് പഠിക്കുകയും ഇവ ഡാർക്ക് മാറ്റർ ആകാനുള്ള സാധ്യത പ്രവചിക്കുകയും ചെയ്തു. 2015 ചരിത്രത്തിൽ ആദ്യമായി ഗുരുത്വാകർഷണ തരംഗങ്ങൾ നേരിട്ട് കണ്ടെത്തിയ ലിഗോ ഐൻസ്റ്റൈൻ്റെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം ശരിവയ്ക്കുക മാത്രമല്ല പ്രപഞ്ചത്തെ പഠിക്കാനുള്ള പുതിയൊരു ജാലകം തുറക്കുക കൂടിയാണ് ചെയ്തത്. ഗുരുത്വതരംഗ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഭാവി ഇത്തരം നിഗൂഢതകൾ പൂർണ്ണമായും പരിഹരിക്കാൻ പ്രാപ്തിയുള്ളതാണ്. അമേരിക്കയിലെ ഹാൻഫോർഡിലും ലിവിങ്സ്റ്റണിലുമുള്ള ലിഗോ ഒബ്സർവേറ്ററികളും ഇറ്റലിയിലെ വിർഗോ, ജപ്പാനിലെ കാഗ്ര എന്നിവയും ചേർന്ന രാജ്യാന്തര കൂട്ടായ്മ തങ്ങളുടെ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ്. നിലവിലെ ലിഗോ സംവിധാനങ്ങൾ സമീപകാലത്തെ പ്രപഞ്ച കൂട്ടിയിടികളെ നിരീക്ഷിക്കാൻ തക്കവണ്ണമുള്ള ഉയർന്ന ഫ്രീക്വൻസി തരംഗങ്ങൾ കണ്ടെത്താനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ 2035 യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിക്കാൻ പോകുന്ന ലിസ എന്ന ബഹിരാകാശ ഒബ്സർവേറ്ററിയും അമേരിക്കയിൽ രൂപകൽപ്പന ചെയ്യുന്ന കോസ്മിക് എക്സ്പ്ലോററും പ്രപഞ്ചത്തിൻ്റെ പ്രാരംഭകാലത്തെ തരംഗങ്ങളെപ്പോലും തിരിച്ചറിയാൻ ശേഷിയുള്ളതാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ സമാനമായ സിഗ്നലുകൾ ലഭിക്കുന്നതോടെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി രഹസ്യങ്ങളിലേക്കും ഡാർക്ക് മാറ്ററിൻ്റെ അദൃശ്യ ലോകത്തേക്കും വെളിച്ചം വീശാൻ ശാസ്ത്രലോകത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗവേഷകർ. വെബ് ഡെസ്ക് തത്വമയി TV.